നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്സുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ആളുകൾക്കിടയിൽ ശ്വാസം മുട്ടലും ആസ്മയും അതുപോലെ തന്നെ കഫക്കെട്ടും ഇത് മൂന്നും മൂലം കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പം മഴക്കാലമാണ്, അപ്പോൾ ധാരാളം ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല അറിവുകൾക്കായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ശ്വാസം മുട്ടൽ, ആസ്മ, കഫക്കെട്ട് ഇവയെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഇതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമുക്കറിയാം, കുട്ടികളിലാണെങ്കിൽ കൂടി ഇപ്പോൾ ശ്വാസം മുട്ടലും ആസ്മയും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. കുട്ടികളിലുണ്ടാകുന്ന ആസ്മയും ശ്വാസം മുട്ടലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു മരുന്നാണ് തൊട്ടാവാടി ഇല. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് തൊട്ടാവാടി ഇല. ഈ തൊട്ടാവാടി ഇല അരച്ച് 10 മില്ലി എടുക്കുക. ഈ 10 മില്ലി ശുദ്ധമായ കരിക്കും വെള്ളം 30 മില്ലി എടുക്കുക. ഈ 30 മില്ലി കരിക്കും വെള്ളത്തിലേക്ക് നമ്മളിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കുക. ഇത് ഒരു നേരം, രാത്രി കിടക്കാൻ നേരം മാത്രം ഇത് കഴിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കുഞ്ഞുങ്ങളിലുള്ള ഏത് വലിയ കഫക്കെട്ടും അതുപോലെ തന്നെ ശ്വാസം മുട്ടലും ആസ്മയും ഇത് മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് ആയുർവേദ ടിപ്സാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സഡൻലി അത് പോകും. പക്ഷെ എന്നാണെങ്കിൽ അതിൻ്റെ ദൂഷ്യവശം പിന്നീട് അത് ശരീരത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെയുള്ള മരുന്നുകളൊന്നും കഴിക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. തൊട്ടാവാടിയുടെ ഇലയുടെ ഇല എടുക്കുക, അത് അരച്ച് 10 മില്ലി എടുക്കുക, 30 മില്ലി കരിക്കും വെള്ളത്തിൽ കഴിക്കുക. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ്. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഇനി മുതിർന്നവർക്കുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടൻ കോഴിമുട്ട ചെറുനാരങ്ങ നീരിൽ 24 മണിക്കൂർ മുക്കി വയ്ക്കുക. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ഇത് അരിച്ച് കിട്ടുന്നത് നമ്മൾ കഴിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3 ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വലിയ ആസ്മയും ശരീരത്തിൽ നിന്ന് പോയി കിട്ടുന്നതായിരിക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ഞാൻ 2-3 ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. എല്ലാം കൂടി ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഇനി അടുത്ത ഒരെണ്ണമാണ് കുന്തിരിക്കം. കുന്തിരിക്കം എന്ന് പറയുന്ന നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ കുന്തിരിക്കം നമ്മൾ തേനിൽ ചാലിച്ച് കഴിക്കുക. 1/2 ടേബിൾ സ്പൂൺ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കഴിക്കുക. അങ്ങനെ 4 ദിവസം നിങ്ങൾ കഴിക്കുക. അതായത് കുന്തിരിക്കം തേനിൽ ചാലിച്ച് കഴിക്കുക. ഇത് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ മാത്രമേ ഇത് കഴിക്കാനും പാടുള്ളൂ. അപ്പോൾ ഇത് അടുത്തൊരു ടിപ്സാണ്. ഇനി അടുത്ത ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആയുർവേദ കടകളിൽ കിട്ടുന്ന ഇരട്ടിമധുരം എന്ന് പറയുന്നൊരു സാധനം കിട്ടും. അപ്പോൾ അത് മേടിക്കുക. അത് നമ്മൾ പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക. ഷുഗറുള്ള ആളുകൾ കഴിക്കാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഷുഗറുള്ള ആളുകൾ കഴിക്കാൻ പാടില്ല. ഇരട്ടിമധുരം മേടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക. ഷുഗർ ഇല്ലാത്ത ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ ടിപ്സ്. അപ്പം അത് കഴിക്കുന്ന മെത്തേഡ് പറഞ്ഞാൽ അത് 1/2 ടേബിൾ സ്പൂൺ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇരട്ടി മധുരം പൊടിച്ചതിന് ശേഷം അത് തേനിൽ ചാലിച്ച് കഴിക്കുക. ഇനി അടുത്ത ഒരെണ്ണമാണ് കുരുമുളകും എള്ളും. ഇത് രണ്ടും നന്നായിട്ട് പൊടിക്കുക. ഇത് പൊടിച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരം തൈരിനകത്തിൽ കലക്കി കുടിക്കുക. ഇത് 1 ടേബിൾ സ്പൂൺ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ 7 ദിവസം കുടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുരുമുളകും എള്ളും നന്നായിട്ട് പൊടിക്കുക, 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ തൈരിനകത്ത് കലക്കി നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കുക. 7 ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ആസ്മയും അതുപോലെ തന്നെ കഫക്കെട്ടും, ഇത് കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ എള്ളും അതുപോലെ തന്നെ കുരുമുളകും പൊടിച്ചിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞ ടിപ്സ് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുക. കുട്ടികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ കൊടുക്കുക. അതായത് തൊട്ടാവാടി അരച്ചിട്ടുള്ള കാര്യം അത് തന്നെ ആദ്യം കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല പ്രകൃതിദത്തമായിട്ടുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്കില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക.
അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. നല്ല നല്ല ടിപ്സുകൾക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.